ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അൻവിക്കുട്ടിയാണ് ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്നത്. എല്ലാ ഫ്രണ്ട്സിനും വെക്കേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എല്ലാ കുഞ്ഞുമക്കൾക്കും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അൻവിക്കുട്ടിക്കും വെക്കേഷനൊക്കെ തുടങ്ങിയ പാടത്തിന് നമ്മൾ ഇന്നലെ ട്രിപ്പിനൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം എൻ്റെ സൗണ്ടൊക്കെ പോയി ആകെ എന്താ പറയുക ടയേർഡായിട്ടിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, പനി പിടിച്ച് വയ്യാണ്ടായിപ്പോയി. എന്നാലും അൻവിക്കുട്ടീൻ്റെ കയ്യിലൊരു സാധനം ഇരിക്കുന്നുണ്ട്. ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളുടെ ബർത്ത്ഡേ December 25th. അപ്പോൾ ഇന്നലെ ഞാൻ അവൾക്ക് ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് 2 ദിവസമായി. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനിട്ട് അവൾക്കൊരു സമാധാനവും ഇല്ല. അപ്പോൾ വ്ളോഗ് എടുക്കണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം എന്താ പറയുക ക്ഷമ നശിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ അതിനകത്ത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അവളൊന്ന് ഓപ്പൺ ചെയ്തു, എന്നാലും ഒരു അൺബോക്സിങ് പോലെ അവളത് കാണിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാം. ഞാനൊരു ബ്ലൂ ബട്ടർഫ്ലൈ ടീമിലാണ് ജേണൽ സെറ്റ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ അകത്ത് 2 വാഷി ടേപ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ബുക്ക്, പിന്നെ കുറേ സ്റ്റിക്കേഴ്സ്. ഇങ്ങനത്തെ ഓപ്പൺ ചെയ്യുന്നുണ്ടോ? അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കേഴ്സും കുറേ ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കേഴ്സും പിന്നെ ബട്ടർഫ്ലൈ അത് പിന്നെ ഇങ്ങനത്തെ കുറേ ഡിസൈൻസ് വരുന്ന സാധനങ്ങളുണ്ട്. കുറേ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട് ഇതിനകത്ത്. ഇനി ഇത് വെച്ചിട്ട് ജേണൽ സെറ്റ് ഉണ്ടാക്കിയിട്ട് അന്നിക്കുട്ടി കാണിക്കണം കേട്ടോ, ഇതെങ്ങനെയാണുള്ളത് അല്ലേ? ബുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണ് ഗ്രിഡ് വരുന്നത്. ഓക്കെ, നൈസ്. ഒരുപാട് പേജസ് ഉണ്ടല്ലോ അല്ലേ? അന്നിക്കുട്ടി ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? നല്ലതാണോ അത്? നല്ലതാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല തീമാ. ഇത് നമ്മൾ ഓൺലൈൻ വരുത്തിയതാണ്, അപ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയില്ല. കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ട് നല്ലതാണെന്ന് നോക്കിയത് കൊണ്ടാണ് ഓർഡർ ചെയ്തത്. സംഭവം അന്നിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ ആൻറ്റി? പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കാണിക്കാൻ എന്താ സാധനം നോക്കട്ടെ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഫ്രെയിം പോലെ അല്ലേ? പിന്നെ ഒരു ഫ്രെയിം, വിൻഡോ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിനുള്ളിലൊക്കെ നോട്ട്സ് എഴുതാൻ പറ്റുന്നതല്ലേ? പിന്നെ കുറേ ഇങ്ങനത്തെ ബട്ടർഫ്ലൈസ്, പിന്നെ ഇങ്ങനത്തെ കുറേ ഫ്രെയിംസ് ഉണ്ട്. കുറേ അന്നിക്കുട്ടി ഇഷ്ടപ്പെട്ടു തീം അല്ലേ? പിന്നെ കുറേ സ്റ്റിക്കേഴ്സ്, ഇങ്ങനത്തെ വാഷി ടേപ്സ് ആകെ 2 ഉള്ളൂ അല്ലേ? അല്ലാണ്ട് ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഓൺലൈൻ തന്നെ വരുത്തിയതാണ്. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഓക്കെ, നോട്ട്സും ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ ഇതേമാതിരത്തെ എന്തൊക്കെയോ അങ്ങനത്തെ സാധനങ്ങളുണ്ട്, ഡിസൈൻസ് വരുന്ന ബട്ടർഫ്ലൈൻ്റെ. പിന്നെ ഇങ്ങനെ വാൾപേപ്പർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ്. പിന്നെ ഇങ്ങനത്തെ കുറേ സ്റ്റാമ്പ്സ് ഉണ്ട്. ഓക്കെ, സ്റ്റാമ്പ്സ് ആണോ? അത് പേപ്പർ മാർക്കാണോ അല്ലല്ലേ? സ്റ്റാമ്പ്സ് തന്നെയാ. ഓക്കെ, പിന്നെ ഇതേമാതിരത്തെ കുറേ ഡിസൈൻസ് വരുന്ന സാധനം. നമുക്ക് തീം അനുസരിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം അല്ലേ ജേണൽ സെറ്റിൽ? നമുക്കിട്ട് ഈ ഒരു ജേണൽ സെറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് കാണിക്കണം കേട്ടോ. അങ്ങനത്തെ കുറേ അടിപൊളി. എത്ര പീസസ് ഉണ്ടെന്ന് അറിയില്ല അല്ലേ? 36 എത്രയായിരുന്നു? ഓർഡർ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്പർ ഉണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. എന്തായാലും സംഭവം അന്നിക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അന്നിക്കുട്ടി അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം എല്ലാവരുടെയും എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ഈ ഒരു അന്നിൻ്റെ ഏജുള്ള ഒരു 10-12 വയസ്സായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിൻ്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ജേർണൽ സെറ്റ്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് മേക്കിംഗ്. അന്നിക്ക് ഞാനൊരു ക്രാഫ്റ്റ് മേക്കിങ്ങിൻ്റെ ഒരു സെറ്റും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി അവളത് പൊട്ടിച്ച് കുറച്ച് കമ്മലും മാലയൊക്കെ അവൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം എനിക്കിപ്പോൾ കിട്ടുന്നില്ല.
ഒന്നാമത് ഞാൻ ഇപ്പോൾ നല്ല തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അതൊന്നും വീഡിയോ ആക്കാൻ കഴിയാത്തത്. അപ്പോൾ നമ്മുടെ മിനി വ്ളോഗ് അത്രയേ ഉള്ളൂ അല്ലേ. ബൈ ബൈ പറയും. ബൈ. See you next video. Bye bye.